ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ടു അസ്നാസ് കിച്ചൺ. ഇന്ന് സ്ട്രീറ്റ് ഫുഡായിട്ടുള്ള പാനിപ്പൂരിയില്ലേ, അതും അതിലേറെ ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മളെ വീട്ടിൽ സിമ്പിളായിട്ട്. അപ്പോൾ അടിപൊളി പാനിപ്പൂരി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിനെ ഒരു കുക്കറിലേക്ക് കഴുകി തൊലി കളയാതെ എടുക്കണം കേട്ടോ. പിന്നെ ചെനക്കടലയില്ലേ, വെള്ളക്കടല, അതും കൂടി 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി നമുക്ക് ഒരു 2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊരു 5-6 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് വെന്തുടയണം കേട്ടോ, അപ്പോഴാണ് നമുക്ക് മസാല റെഡിയാക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഏകദേശം ഒരു 1 ടേബിൾ സ്പൂണോളം ഉപ്പ് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാനങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ ഇതിലേക്കുള്ള വലിയ ഉള്ളി സവാളയില്ലേ, അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്തു. അതിനുശേഷം ഇതുപോലെ കനം കുറച്ച് ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ചോപ്പർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചോപ്പറിൽ ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സവാളയ്ക്ക് നന്നായിട്ട് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങ് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത് മല്ലിയിലയാണ് കേട്ടോ. നല്ല ഫ്രഷ് മല്ലിയില കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമുക്ക് അതും അങ്ങ് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് എരി എത്ര വേണമെന്ന് അത്ര എടുക്കാം. അപ്പം ഞാൻ പച്ചമുളകും ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തു. അതിനുശേഷം ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയില്ലേ, കുരുള്ള പുളിയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. കുരു ഇല്ലാത്തതാണെന്നുണ്ടെങ്കിലും ഇതുപോലെ നല്ല തിളച്ച 1 കപ്പ് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്യാൻ വെക്കുക. അതിനുശേഷം നല്ല മിക്സി ജാറിൽ കുരു ഇല്ലാത്ത പുളിയാണെങ്കിൽ നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കും ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇതുപോലെ സ്മാഷർ വെച്ചിട്ടോ വെച്ചിട്ട് കൈ വെച്ചിട്ടോ ഒക്കെ നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഇതിലേക്കുള്ള നമ്മുടെ ഗ്രീൻ ചട്നി ഉണ്ടാക്കുകയാണ്. അതിൽ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പുതിനയില, ഒരു കൈപ്പിടി പുതിനയിലും കൂടി എടുത്തിട്ടുണ്ട്. അതും നമ്മൾ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാൻ ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂണോളം ഉപ്പാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട്, 1/4 കപ്പോ അല്ലെങ്കിൽ കുറച്ച് ഒരു 3-4 ടേബിൾ സ്പൂണോളമൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് ചെയ്ത് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രീൻ ചട്നി അങ്ങനെ നന്നായിട്ട് അരച്ചെടുത്ത ഗ്രീൻ ചട്നി റെഡിയാവും. ഇപ്പോൾ ഗ്രീൻ ചട്നി നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി മിക്സി ജാറിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനതൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റുകയാണ്. പിന്നെ അതിലേക്ക് വേണ്ടത് ആ മിക്സി ജാറിലേക്ക് ഞാനൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. അതും കൂടുതലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂണോളം ഉപ്പും ചേർക്കുക. പിന്നെ വേണ്ടത് നമ്മുടെ വിനാഗിരിയിലെ സുർക്ക, അതൊരു 1/4 കപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഗ്രീൻ ചട്നി റെഡിയാവും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ ചട്നി റെഡി. ഇതങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് നമ്മളെ പുളിയില്ലേ, പുളി കൊണ്ടുണ്ടാക്കുന്ന സോസാണ്. ഞാൻ പുളി വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു കുരു ഇല്ലാത്ത പുളിയാണ് എന്നുണ്ടെങ്കിൽ അവിടെ മിക്സി ജാറിൽ നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കുക. ഇത് ഞാൻ കുരുള്ള പുളി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് പുതിർത്തി ഇതൊന്ന് അരിപ്പയിൽ അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു ശർക്കരയുടെ അച്ചും കൂടി ചേർത്ത് കൊടുക്കുകയാണ്, പൊടിച്ചിട്ട് കേട്ടോ. പൊടിച്ച് ശർക്കരപ്പൊടിയാണ് എന്നുണ്ടെങ്കിൽ അതും ചേർത്താൽ പെട്ടെന്ന് മിക്സായി കിട്ടും. പിന്നെ ഞാൻ ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ ചാട്ട് മസാല, 1 ടേബിൾ സ്പൂണോളം ഗരം മസാല, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം ഉപ്പും, പിന്നെ 1/2 ടേബിൾ സ്പൂണോളം തന്നെ കായപ്പൊടിയും. അപ്പോൾ ഗരം മസാല, ചാട്ട് മസാല എന്തായാലും ചേർത്തിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അടുപ്പിൽ വെച്ചൊന്ന് കുറുക്കിയെടുത്തു. അപ്പോൾ ആ ശർക്കരയൊക്കെ ഒന്ന് അലിഞ്ഞ് നമ്മുടെ പുളിവെള്ളത്തിലൊന്ന് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതും അതുപോലെ തന്നെ ധരിച്ചെടുത്തു. ഇത് മാറ്റി വെക്കുകയാണ്, ഇതൊന്ന് തണുത്താറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പാനിപൂരിക്ക് വേണ്ടിയിട്ടുള്ള മസാല വെള്ളമൊക്കെ റെഡി ആയിട്ടുണ്ട്.
ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മളെ പാനിപ്പൂരിയുടെ മെയിനായിട്ടുള്ള ഫില്ലിങ്സാണ്. ഞാൻ എന്താ നേരത്തെ പറഞ്ഞു വെള്ളക്കടല, നമ്മളെ ചെനക്കടയില്ലേ, അതും ഇതുപോലെ ഒന്ന് കുത്തിയൊടിച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും നമ്മൾ കുത്തിയൊടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മളൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുത്തു. പിന്നെ ഞാനൊരു കൈപ്പിടി മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത വലിയ ഉള്ളി, പച്ചമുളക് അതും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ ഇട്ട് കൊടുത്ത ബൗളിന് വലിപ്പം കുറച്ച് കുറവായതുകൊണ്ട് തന്നെ ഞാൻ വേറെ ബൗളിലേക്ക് അങ്ങ് മാറ്റുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു സ്പൂൺ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മളെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടിയോ അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം തന്നെ ചാട്ട് മസാലയും പിന്നെ ഗരം മസാലയും ഉപ്പും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ഓപ്ഷണലാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ ചാട്ട് മസാലയും ഗരം മസാലയും എല്ലാം ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ എന്തായാലും പൊടിച്ചെടുത്ത ഗരം മസാല തന്നെയാണ് കേട്ടോ, അതുകൊണ്ട് അതിൽ കുറേശ്ശായിട്ട് ഏലക്കായൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചാട്ട് മസാല, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ചാട്ട് മസാലയുടെ ഒരു പാക്കറ്റ് തന്നെ വാങ്ങാൻ കിട്ടും, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്കതിൽ ഫില്ലിങ്സിൽ നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉപയോഗിച്ചത് ഈ കായപ്പൊടിയാണ്. അപ്പോൾ കായപ്പൊടിയും ചേർത്ത് കൊടുത്തു. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പൂരി റെഡിയാക്കി എടുക്കണം. കടകളിലൊക്കെ പോയാൽ ഇപ്പോൾ വാങ്ങാൻ കിട്ടും പാനിപ്പൂരിയുടെ കുഞ്ഞു കുഞ്ഞു പൂരികളൊക്കെ വാങ്ങാൻ കിട്ടും. അത് വേണമെന്നുണ്ടെങ്കിൽ അത് വാങ്ങാം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ പൊരിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള ചെറിയ കുഞ്ഞു പപ്പടത്തിൻ്റെ പോലെയുള്ള പാനിപ്പൂരിയുടെ വാങ്ങാൻ കിട്ടും. അതിന് വലിയ റേറ്റൊന്നുമില്ല. അത് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ ചൂടോടെ ചുട്ടെടുത്താണെന്നുണ്ടെങ്കിൽ ആ പാനിപ്പൂരിക്ക് ഒന്നും കൂടിയും ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. മറ്റേത് കുറച്ച് ഹാർഡാവും, പക്ഷേ ഒരു തണുത്തൊരു പോലെ തോന്നും. അപ്പം ഞാൻ ഇതുപോലത്തെ പാനിപ്പൂരികൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു പൂരികൾ ഓരോന്നായിട്ട് നമുക്ക് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇത് റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടുന്നതാ, അങ്ങനെ പാക്കറ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. നമ്മൾ സ്ട്രീറ്റ് ഫുഡിൽ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ അവരങ്ങനത്തേതാണ് യൂസ് ചെയ്യാറ്. അപ്പം എനിക്ക് അതിലേറെ ഇഷ്ടപ്പെട്ടത് ഈ പൂരിയാണ് കേട്ടോ. ഇത് നല്ല ചൂടിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ആദ്യം തന്നെ ഒരു പൂരി എടുത്തിട്ടുണ്ട്, അതൊന്ന് മുകൾ വശം ഒന്ന് പൊട്ടിച്ചെടുക്കുക. ഇതുപോലെ കൈവച്ച് മുകൾ ഭാഗം ഫുള്ള് പൊട്ടിച്ചെടുക്കുക. പിന്നെ ഞാൻ ബേക്കറി കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഈ മിച്ചറിലെ ഈ കുഞ്ഞു മിച്ചർ ഇതാണ് കേട്ടോ നമ്മൾ പാനിപ്പൂരിലേക്ക് യൂസ് ചെയ്യുക. ഇത് നമ്മൾ ഗ്രീൻ ചട്ടിലേക്ക് കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ പാനിപ്പൂരി മിക്സൊക്കെ ഫില്ലിങ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൽ മുക്കിയിട്ട് അങ്ങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മിച്ചറും കൂടി അതിൽ ആഡാവും. അപ്പം ഞാൻ ഇതുപോലെ നമ്മുടെ ഫില്ലിങ്സൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അല്പം മിച്ചറും കൂടി ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് ഗ്രീൻ ചട്ടിനിയും നമ്മളെ പുളിയുടെ ഇതില്ലേ സോസും എല്ലാം കൂടി ഒഴിച്ച് നമ്മളങ്ങ് കൂട്ടി അങ്ങ് വായിലേക്ക് ഇട്ടിട്ട് അങ്ങ് കടിച്ച് മുറിച്ചങ്ങ് തിന്നാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാനിപ്പൂരി റെഡി. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് കടയിൽ നിന്ന് കഴിച്ചതിനേക്കാൾ ടേസ്റ്റി ആയിട്ടുള്ള പാനിപ്പൂരിയാണ് നമ്മൾ ഉണ്ടാക്കിയപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കൂടാതെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ പുതിയ പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരാം. അതുവരെയും സൈനിങ് ഔട്ട് അസ്നാ സിക്കീർ.